ചോദ്യം, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ വീണ്ടും വയനാട് നിൽക്കുമോ കേസ്? വയനാട് നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ലല്ലോ. കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്നതും ഒരു വ്യക്തിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മോശമുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടായി, ആ MP കേന്ദ്രമന്ത്രിയാവും. MP ഇല്ലാത്തപ്പോഴും ആളുകൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത ഒരു നാടാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത്രയും അല്ല, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ തോറ്റപ്പോഴും BJPക്ക് അല്ല കേരളത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട്. ഇപ്പൊ വിജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ബാക്കിയെല്ലാം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. തൃശ്ശൂരിലെ ജയം BJP ആഘോഷിക്കുമ്പോഴും അത് BJPയുടെ വിജയമല്ല, സുരേഷ് ഗോപി എന്ന നടന്റെ വിജയം എന്നാണ് നരേഷനാണ് UDF LDF. അല്ല, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇതിനു മുമ്പ് 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ? അപ്പൊ അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ആശ്വസിക്കാൻ വേണ്ടിയുള്ള കുറെ വാദങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് സുരേഷ് ഗോപിയുടെ ഉജ്ജ്വലമായ വിജയത്തോടൊപ്പം പാർട്ടിയുടെ വോട്ട് ഷെയർ 20% വർദ്ധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ലീഗിനെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് NDAയിലേക്ക്, അതിനെ കുറിച്ച് എന്താ പറയുക? അല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അസംഭാവ്യമായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ PDP-യുമായിട്ട് കാശ്മീരിൽ നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയമല്ല ഇപ്പോൾ. BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ നമ്മൾ കുറച്ച് ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ഒരു ചോദ്യം, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ വീണ്ടും വയനാട് നിൽക്കുമോ കേസ്? വയനാട് നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ലല്ലോ. കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്നതും ഒരു വ്യക്തിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഉപതെരഞ്ഞെടുപ്പ് വരികയാണോ, വന്നാൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാവണം, ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്നതിനെ സംബന്ധിച്ച ഏതാ കടലാസ്? അത് തന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ കടലാസ് തന്നെയല്ലേ? ഇപ്പൊ അല്ല, അതെ, വേറെ അല്ലേ? ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ്. അതായത് ഇപ്പോ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ, ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ ND അംഗീകരിച്ചു, അദ്ദേഹം രാഷ്ട്രപതിയെ കാണും, 9-ാം തീയതി 5 മണിക്ക് സത്യപ്രതിജ്ഞ, അത് കഴിഞ്ഞ് മന്ത്രിമാർ, അങ്ങനെയുള്ള ഒക്കെ കാര്യത്തിന്റെ ഇടയിൽ നമ്മൾ ഈ വിജയ് ചൗക്കിൽ വന്ന് നിന്നിട്ട് പുനഃസംഘടന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്?